പത്തനംതിട്ട നഗരസഭ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന കുമ്പഴ മാസ്റ്റർ പ്ലാനിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി UDF കൌൺസിലർമാർ. പൊതുജന താൽപര്യം സംരക്ഷിക്കാതെയാണ് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ പോകുന്നതെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. നഗരസഭാ കൌൺസിലിൽ ചർച്ച ചെയ്ത് മാത്രമേ മാസ്റ്റർ പ്ലാനിൽ അന്തിമ തീരുമാനമെടുക്കാവൂ എന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. പത്തനംതിട്ട നഗരസഭയിലെ പ്രധാന ഉപനഗരമായ കുമ്പഴയിൽ മാസ്റ്റർ പ്ലാൻ പദ്ധതി നടപ്പാക്കാനാണ് നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനം. എന്നാൽ മാസ്റ്റർ പ്ലാൻ പദ്ധതിയെ UDF എതിർക്കുന്നു. UDF കൌൺസിലർമാർ സ്ഥലം സന്ദർശിച്ച് സ്ഥലവാസികളുടെ അഭിപ്രായം കേട്ടു. അശാസ്ത്രീയമായാണ് കുമ്പഴ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ നഗരസഭ ശ്രമിക്കുന്നത് എന്ന് പ്രദേശവാസികൾ UDF കൌൺസിലർമാരെ അറിയിച്ചു. മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം കേട്ട നഗരസഭാ കൌൺസിലിൽ ചർച്ച ചെയ്ത് മാത്രമേ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കൂവെന്ന് UDF പാർലമെന്ററി പാർട്ടി നേതാവ് ജാസിൻകുട്ടി അറിയിച്ചു. പത്തനംതിട്ട നഗരത്തിൽ നടപ്പിലാക്കുന്ന മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് കുമ്പഴ സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യാതൊരു ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 മാസമായി കുമ്പഴ മേഖലയിലെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. മാസ്റ്റർ പ്ലാനിലെ സീവേജ് പ്ലാൻ അച്ഛൻ കോവിലാറിൻ തീരത്താണ് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നതെന്നും ഇത് അനുവദിക്കില്ല എന്നും കുമ്പഴ വികസന സമിതി ചെയർമാൻ റെജി അലക്സാണ്ടർ പറഞ്ഞു. ഞങ്ങളുടെ കുമ്പഴയുടെ മുഴുവനും കുടിവെള്ള സ്രോതസ് അച്ഛൻ കോവിലാറിന്റെ തീരത്തുള്ള ജലസംഭരണിയാണ്. മാർക്കറ്റിൽ ഇതിനകത്ത് സ്ലോട്ടർ ഹൗസ് വരുന്നു. ഈ സ്ലോട്ടർ ഹൗസിലെ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ഒരു എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുന്നു. അതിനകത്തെ പുറന്തള്ളുന്ന വെള്ളവും ഈ കുമ്പഴ തോട്ടിലേക്ക് വന്നിട്ട് അത് ആറിന്റെ തീരത്ത് ചെല്ലുന്നു. മാസ്റ്റർ പ്ലാനിൽ റോഡിന്റെ വീതി 31 മീറ്റർ ആക്കുമെന്നാണ് പറയുന്നത് എന്നും ചില റോഡുകൾക്ക് ഇളവ് നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും DCC വൈസ് പ്രസിഡന്റും കൌൺസിലറുമായ A. സുരേഷ് കുമാർ വ്യക്തമാക്കി. പത്തനംതിട്ട നഗരസഭയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റോഡിന്റെ 0.25% വരെ വീതി കൂട്ടുകയാണ്. ബാക്കിയുള്ള ഭാഗം വീതി കൂട്ടുന്നില്ല. അത് പല ഭാഗങ്ങളിലുമുണ്ട്. അതിന്റെ അകത്ത് പക്ഷപാതപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന വിഷയമേ ഇല്ല. ഏകപക്ഷീയമായി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനാണ് നഗരസഭാ ഭരണസമിതി ശ്രമിക്കുന്നത് എന്ന് UDF കൌൺസിലർമാർ പറയുന്നു. വരുന്ന ചൊവ്വാഴ്ച ചേരുന്ന കൌൺസിൽ യോഗത്തിൽ തങ്ങളുടെ നിലപാട് അറിയിക്കാനാണ് UDF കൌൺസിലർമാരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.